വികസനത്തിൻ്റെ കുറേ കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഒന്നാമത് പറഞ്ഞത് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യമാണ്. ഇത്രയും വൃത്തികെട്ട അധംപതിച്ച ഒരു റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലുണ്ടെങ്കിൽ അത് തിരുവല്ലയാണ്. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് നേരിട്ട് സ്റ്റേഷൻ എൻട്രി കയറി പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് പോകുന്നതിലും എളുപ്പം ഇങ്ങേപ്പുറത്തെ സൈഡിൽ കൂടെയുള്ള ബൈ റോഡേ കൂടെ പാളം വഴി പോകുന്നതാണ്. ഒരു രീതിയിൽ വികസനമില്ലാത്ത അവിടെ കൊണ്ടൊരു എസ്കലേറ്റർ വെച്ചിട്ടുണ്ട്. മനുഷ്യന് കയറാം, പക്ഷേ ഇറങ്ങാൻ പറ്റത്തില്ല. കയറിയ ആൾ മേളിൽ പാലത്തിൻ്റെ മേളിൽ നിന്നോണം, ഇറങ്ങാൻ പറ്റത്തില്ല. ഇറങ്ങണ ആരെങ്കിലും വയ്യാത്തവരെ കൊണ്ടിറങ്ങണം. രണ്ടാമത് ഇവിടുത്തെ ഹൈവേ അതോറിറ്റി ഇവിടെ ചെയ്തേക്കുന്ന മലയോര ഹൈവേയിലെ വെയിറ്റിംഗ് ഷെഡുകളെ കുറിച്ചാണ്. തദ്ദേശ സ്ഥാപനങ്ങളും ഹൈവേ അതോറിറ്റിയും വെയിറ്റിംഗ് ഷെഡ് ഒരേ ഇടത്ത് തന്നെ ആൻ്റണിയുടെ പേര് വെച്ചിട്ട് 2 ലക്ഷം രൂപയുടെ വെയിറ്റ് ഷെഡിന് 25 ലക്ഷം രൂപ എഴുതി ഒരു 30 വെയിറ്റ് ഷെഡ് മേലെ ഈ പത്തനാപുരം പുനലൂർ റോഡിൽ വെച്ചിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ഇവിടെ ഏറ്റവും കൂടുതൽ ശബരിമല വിഷയത്തിൽ ഇടപെട്ടതാണ് UDF-ഉം BJP-യും. ഈ UDF-ഉം BJP-യും ഈ ശബരിമല ഇത്രയേറെ ബഹുമാനിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസിന് തിരുവല്ലായാലും ചെങ്ങന്നൂരും ഒരു സ്റ്റോപ്പ് കൊടുത്തില്ല? ഇത്ര 8 വർഷം 13 വർഷമായിട്ട് അത് പറ്റിയില്ലേ? ഇന്ന് ശബരിമലയിൽ ഒരു അയ്യപ്പൻ വരണമെങ്കിൽ ആ അയ്യപ്പ ഭക്തൻ കോട്ടയത്ത് പോകേണ്ട ഗതികേടാണ്, കായംകുളത്ത് പോകേണ്ട ഗതികേടാണ്. ദീർഘദൂര ട്രെയിനുകൾ എന്തുകൊണ്ട് തിരുവല്ലയിൽ നിർത്തുന്നില്ല? മൂന്നാമത് അതിനു മുമ്പേ ഒരു ചോദ്യത്തിന് മറുപടി പറയാനാണ്. സൂരജിനോട് ഒരു കാര്യം, CA ആക്ടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഏറ്റവും കൂടുതൽ മുസ്ലിം ഇതിന്. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, വികസനത്തിന്റെ കാര്യം പറഞ്ഞ് BJP സർക്കാരിന് മുന്നിട്ട് നിൽക്കാമെങ്കിൽ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാമെങ്കിൽ എന്തുകൊണ്ട് വെറുപ്പിന്റെ രാഷ്ട്രീയം ഉളവാക്കുന്നു? ഒരു മതന്യൂനപക്ഷത്തെ മാത്രം വ്യക്തിപരമായി ഇല്ലാതാക്കുന്ന രീതിയിൽ, വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള ഈ മതരാഷ്ട്രീയം, വെറുപ്പിന്റെ രാഷ്ട്രീയം ഈ ഇലക്ഷൻ സമയത്ത് എന്തുകൊണ്ട് കൊണ്ടിരുന്നു? ഒരു ചോദ്യത്തിന് മറുപടി പറയണ്ട. ഒരു നിമിഷം അദ്ദേഹം മറുപടി പറയട്ടെ. രണ്ടുപേരോട് ചോദിച്ചിരിക്കല്ലേ, പ്ലീസ്. 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ കാര്യം ആദ്യം പറഞ്ഞു. കോൺഗ്രസ് ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്താണ് കൊടിക്കുന്നിൽ സുരേഷ് അടൂർ കേന്ദ്രീയ വിദ്യാലയം കൊണ്ടുവന്നത്. ശ്രീ ഓമല്ലൂർ ശങ്കര ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കും പറയാം, കേന്ദ്ര ഗവൺമെൻറ് ശ്രീ വയലാർ രവിയാണ് ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയത്തിന് തറക്കല്ലിട്ടതും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതും ഫണ്ട് അനുവദിച്ചതും കോൺഗ്രസ് UPA ഗവൺമെൻറ് സമയത്താണ്. അതേ ഗവൺമെൻറ് സമയത്ത് തന്നെയാണ് കോന്നി കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ നടപടികൾ ആരംഭിച്ചതും. അതൊന്ന്. 2, ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാം. CAയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നു. കേസുകളുടെ കാര്യം ഇവിടെ പറഞ്ഞു. ഒരു കാര്യം ഞാൻ സമ്മതിക്കുക, ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷങ്ങളോടും ഭൂരിപക്ഷത്തിനോടും ഒരേ സമീപനമാണ്. ശബരിമല വിഷയത്തിൽ നിരവധി കേസുകൾ എടുത്തു. അവസാനം NSSന്റെ സമ്മർദ്ദം വന്നപ്പോൾ കുറച്ച് കേസുകൾ പിൻവലിച്ചു. ശ്രീ ഉമ്മൻചാണ്ടി സാർ 1-ാം പ്രതി, രമേശ് ചെന്നിത്തല 2-ാം പ്രതി, ഞാൻ 11-ാം പ്രതിയായ ഒരു കേസുണ്ടായിരുന്നു. ആ കേസ് കോടതിയിൽ കേസ് പറഞ്ഞാണ് ഞങ്ങൾ പിൻവലിച്ചത്. ഞങ്ങളിത് വെറും റോഡിൽ കുത്തിയിരുന്നതേ ഉള്ളൂ. ഇതുപോലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എടുത്ത കേസ് 835 കേസാണ് എടുത്തത്. 7,913 പേർക്ക് എന്ന പേരിലെടുത്ത കേസ് 114 കേസ് മാത്രമേ പിൻവലിച്ചിട്ടുള്ളൂ. 114. ഇതൊന്നും പൊതുമുതൽ നശിപ്പിച്ച കേസല്ല. അല്ലാതെ തന്നെ പ്രകടനം നടത്തിയതിൻ്റെ പേരിലെടുത്ത കേസ്, പെറ്റി കേസ് മാത്രമായിട്ടുള്ള കേസുകളാണ് പിൻവലിക്കാനുള്ളത്. വികസനം അവിടെ ഞാൻ പറഞ്ഞു, തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ 12.41 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതേ ഉള്ളൂ. അത് പൂർത്തീകരിച്ച് വരുമ്പോൾ തിരുവല്ല റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ എന്താണെന്ന് കാണാം. വന്ദേ ഭാരത് എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അത് കൊടിക്കുന്നിൽ സുരേഷ് ചെങ്ങന്നൂർ വേണമെന്നും ആന്റോ തിരുവല്ലയിൽ വേണമെന്നും ആവശ്യപ്പെട്ട് നിരവധി തവണ നിവേദനങ്ങൾ കൊടുക്കി അനുവദിക്കേണ്ടത് ചെങ്ങന്നൂർ അനുവദിച്ചു. പറയട്ടെ പ്ലീസ്. അദ്ദേഹത്തോടല്ലേ ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയട്ടെ. ചെങ്ങന്നൂര് അനുവദിച്ചു, തിരുവല്ലയിൽ അനുവദിച്ചില്ല. അതിന് സ്റ്റോപ്പുകൾ ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ളതുകൊണ്ടായിരിക്കാം അനുവദിക്കാതെ. തന്നെയല്ല, ശബരിമല ഉൾപ്പെടുന്ന ഏക റെയിൽവേ സ്റ്റേഷൻ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ നിരവധി തവണ പല ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ഇവിടെ നിർത്തണമെന്നും പലതവണ ആന്റണി ആവശ്യപ്പെട്ടതാണ്. ശബരിമലയെ ബന്ധപ്പെട്ട് 15 തവണയാണ് ശബരിമലയെ ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങൾ, വനഭൂമി അനുവദിക്കുന്നത്, ശബരിമല ക്ഷേത്രം ദേശീയ തീർത്ഥാടന കേന്ദ്രമായി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് 15 തവണയാണ് കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി അദ്ദേഹം സബ്മിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. വെറുപ്പിന്റെ രാഷ്ട്രീയം. ഒരു നിമിഷം, അദ്ദേഹത്തോട് ചോദ്യമുണ്ട്. വെറുപ്പിന്റെ രാഷ്ട്രീയം പെട്ടെന്ന് മറുപടി. എന്ത് വെറുപ്പിന്റെ രാഷ്ട്രീയം? ഇവർ തമ്മിൽ പരസ്പരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മോദി സർക്കാരോ കേന്ദ്ര ഗവൺമെന്റോ ഒരു വെറുപ്പിന്റെ രാഷ്ട്രീയം ഇവിടെ സ്വീകരിക്കുന്നില്ല. ഇവിടെ ആരെയും പുറത്താക്കുന്നില്ല. ആരെയാണ് പുറത്താക്കുന്നത്? ഏതെങ്കിലും ഇന്ത്യൻ പൗരന്മാരെ പുറത്താക്കുന്നുണ്ടോ?
രാജ്യത്തൊരു നിയമം കൊണ്ടുവന്നു, അത് ഈ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള നിയമം കൊണ്ടുവന്നു, അത് ആരെയും പുറത്താക്കുന്നില്ല. വെറുതെ പറയുകയാണ് പുറത്താക്കുന്നു. Yes. പിന്നെ ഇദ്ദേഹം പറഞ്ഞു കേട്ട് ഫെഡറൽ സംവിധാനം എല്ലാം തകരുത്. GST ഫണ്ട് കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞത്. GST നടപ്പാക്കിയപ്പോൾ ഇവിടെ വലിയ പ്രക്ഷോഭം നടത്തി, ഇവിടെ ഫെഡറൽ സംവിധാനം തകരാറിലാകുന്നു എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഇടതുപക്ഷം. ഇന്നിപ്പോൾ GST എന്നുള്ള മാസാമാസമുള്ള വിഹിതം നോക്കിയിരിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ. ക്ഷേമ പെൻഷൻ കൊടുക്കണമെങ്കിൽ GST വിഹിതം വേണം. മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും വാഹനം വാങ്ങിക്കണമെങ്കിൽ GST വിഹിതം വേണം. അപ്പോൾ ആ നടപ്പാക്കിയ സമയത്ത് പറഞ്ഞു ഇതാ ഫെഡറൽ സംവിധാനം തകരാറാകാൻ പോകുന്നു. ഈ തരത്തിലുള്ള പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വെറുപ്പിന്റെ രാഷ്ട്രീയമില്ല. എല്ലാ ഇന്ത്യക്കാരെ ഒന്നായിട്ട് കാണുന്ന സമീപനമാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നത്. ഒരു ഇന്ത്യൻ പൗരനെയും പുറത്താക്കുന്നില്ല. അത് പ്രധാനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ള കാര്യം.